നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 18 ക്യാരറ്റ് ഗോൾഡിന് ഡിമാൻഡില്ല. അതേ റേറ്റിൽ ഇരിക്കുന്നു 12,900-ൽ. 22 ക്യാരറ്റ് ഗോൾഡിൽ 70 രൂപ കയറിയിരിക്കുന്നു. 15,103 ഇരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് വന്ന് 16,495 ആണ്. 77 രൂപ കയറിയിരിക്കുന്നു. സിൽവർ അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഒരു കയറ്റവും ഇല്ല. തിരികെ 92 തൊട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 92 രൂപ അടുത്തിരിക്കുന്നു. ഇപ്പം ഞാൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ 24,000-നല്ല, അതിലിരുന്ന് കുറച്ച് താഴെ ഇറങ്ങി 23,900 ചില്ലറ 24 എന്ന് പറഞ്ഞ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൻ്റെ മുകളിൽ ഹെവി പ്രഷറുണ്ട്. അല്ല എന്നത് ഒരു ടെക്കറ്റ് ബൗൺസാ പോയിരിക്കുന്നു. മെലിഞ്ഞാണ് 400 പോയിന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 730 പോയിന്റ് കയറിയിരിക്കുന്നു. നോക്കുമ്പോൾ 280 പോയിന്റ്സിൻ്റെ മുകളിൽ ഡൗൺ ആണ്. അതിനെ മെലിഞ്ഞാന്ന് ക്ലോസ് ആയിട്ട് അതിനെ ഉടച്ചിരിക്കുന്നു. ബേസിക്കലി 24,000 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ഞാൻ മാർക്കറ്റ് ശ്രമിക്കുന്നു. അത് എത്രയും ദിവസത്തിൽ ഹോൾഡ് ആകുന്നു എന്ന് നോക്കാം. ആ മാർക്കറ്റിൽ അത് ക്രാക്കായി വരുവാണെങ്കിൽ അത് താഴെ ഇറങ്ങിക്കൊണ്ടേ പോകും. രാവിലെ ഒരു ടെബിറ്റ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഓപ്പണിങ്ങിൽ 5-10 നിമിഷം മാർക്കറ്റ് വന്നിട്ട് വളരെ പ്രോഫിറ്റ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിയായിരുന്നു. പിന്നെ അത് താഴെ ഇറങ്ങിക്കൊണ്ടേ പോയി. മാർക്കറ്റ് എല്ലാം ഭയങ്കര അടിയാണ്. 873 പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ ആയത്. അല്ല, ബാങ്ക് നിഫ്റ്റി കയറ്റിയതിനെ ഇന്ന് ഇറക്കിയിരിക്കുന്നു. സോ അതിന് മുമ്പ് 2 ദിവസത്തിൽ 2,500 പോയിന്റിന് മുകളിൽ നിഫ്റ്റി വിടുന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കർണാടക ബാങ്ക് 5% അപ്പിലിരുന്നു. ടാറ്റ പവർ 2%, കല്യാൺ ജ്വല്ലേഴ്സ് 1.5%, പിന്നെ മണപ്പുറം 1.4%, ഇന്ത്യൻ ബാങ്ക് 1.3%, വിപ്രോ 1%, ഇഡ്കോ ഫാർമ 2% ഡൗൺ ആണ്. മുത്തൂറ്റ് ഫിനാൻസ് എന്നിട്ട് 1.5% ഡൗൺ ആണ്. ഓവറോളായിട്ട് മാർക്കറ്റ് ഇറങ്ങി വേറെ പ്രഷറിൽ ഇരുന്നത്. ഗോൾഡ് തിരികെ വില കയറിയിരിക്കുന്നു. ഇതുപോലെ ഓയിൽ കയറി റിസർവ്സിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അമേരിക്ക എന്ന ന്യൂസിൽ 90-ന്റെ താഴെ പോയിരിക്കുന്നു. പക്ഷേ എത്രയും ദിവസം അവിടെ നിന്ന് ഇങ്ങനെ തള്ളുമെന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ETF ഫെബ്രുവരിയിൽ 78% കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ IT സ്റ്റോക്കിൽ കോൺട്രിബ്യൂൽ ബെറ്റിനെ എടുക്കുന്നു. അതായത് മാർക്കറ്റ് വീഴുന്ന സമയം IT-നെ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നു. ഇഡ്കോ ഫാർമ ഒരു 4-5 ദിവസം കൊണ്ട് റാലിയായി ഇരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ 2-3 ചീപ്പ് ഡ്രഗ് അവർ ലോഞ്ച് ചെയ്തതാണ് കാരണം. BI വന്നിട്ട് നോട്ടസ്കിന് ഒന്ന് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത് റിപ്പോർട്ടിംഗ് ശരിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. മാസത്തിന് 100 കോടി രൂപയാണ് നഷ്ടം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുന്ദ്രയിൽ അവരുടെ പ്ലാന്റിൽ കൂടിയാണ് വച്ചിരിക്കുന്നത്. അവർക്ക് ഗുജറാത്ത് ഗ്യാസ് കമ്മിറ്റ് ചെയ്തതുപോലെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം പറഞ്ഞത് തന്നെ ഉദ്ര ഗ്യാസ് വന്നിട്ട് ടോട്ടൽ ഗ്യാസ് ആയിട്ട് പോയിരിക്കുന്നു. അത് തന്നെ ONGCയുടെ തലയിലാണ് കെട്ടിയിരിക്കുന്നത്. അവർക്ക് വലുതായിട്ട് അവരെ കൊണ്ട് ഗ്യാസിനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കമ്മിറ്റഡ് ഒരു അൾട്രാ മെഗാ പവർ പ്ലാന്റ് 4 കൊടുത്തതിൽ വെറും മുന്ദ്രയിൽ ടാറ്റ മാത്രം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റിന് പവർ തരണം. പക്ഷെ ഒരു ഗ്യാസും ഇവരെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഹീറോ മോട്ടോഴ്സ് വന്നിട്ട് ഓയിലർ എന്ന് പറയുന്ന കമേഴ്ഷ്യൽ വെഹിക്കിൾ ചെയ്യുന്നു. സ്റ്റോക്കിനെ ഇന്നും കയറ്റിയിരിക്കുന്നു. സെയിൽസിനെ എക്സ്പാൻഡ് ചെയ്തതായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വീലർ ആൻഡ് 4 വീലർ സുമാർ ലോഡിനെ വന്ന് ആ വണ്ടിൽ എടുക്കും. ഇന വന്നിട്ട് ഇത് ഏസിന് കോമ്പറ്റീഷൻ ആയിരിക്കും. 3 വീലർ ഓട്ടോ കോമ്പിനേഷൻ ആയിരിക്കും. ഇതിനെ വന്നിട്ട് ഹീറോ ഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇന്ത്യ ഫുള്ളായിട്ട് എന്ത് പ്രോബ്ലം എന്നാൽ പല റെസ്റ്റോറൻറ്റിൽ LPG ഇല്ല. റെസ്റ്റോറൻറ്റ് ടിഫിൻ കോഫി മാത്രം ഇടുന്നത് വിട്ടുകൊണ്ട് കോഫി മാത്രം തന്നെ കൊടുക്കുന്നു. ദോശ ചെയ്യുന്നത് കഷ്ടമായിട്ടുണ്ട്. ചെറിയ വിറകടുപ്പിന് നോക്കി പോകുന്നു. വിറകിൻ്റെ വിലയൊക്കെ കയറിയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ TTK പ്രസ്റ്റീജ്, ഗാന്ധിമതി അപ്ലയൻസസ്, സൗകാഫ്റ്റ് ഇതൊക്കെ 15% കയറിയിട്ടുണ്ടായിരുന്നു. ബജാജ് ഓട്ടോ വന്നിട്ട് പുതു EV പ്ലാന്റ് ഒന്ന് റെഡി ചെയ്യുന്നു. മഹാരാഷ്ട്രയുടെ വെളിയിലിരിക്കും. ഇതിൻ്റെ ഡിമാൻഡിന് അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ട്രംപ് അവരെ സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു എന്നാൽ റിലയൻസ് വന്നിട്ട് $300 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് കാരണം ഇനി ഡെഫിനറ്റായിട്ട് അവർ നമ്മളെ സ്ഥലത്തിലെ ഓയിൽ വാങ്ങിക്കും. ടെക്സസിന് നല്ല ന്യൂസാണ് എന്നൊക്കെയാണ് പറയുന്നത്. വലിയതായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇല്ല. ഇവിടെ അമേരിക്കയിൽ പോയി ഇത്രയും വലിയ റിഫൈനറി ഇപ്പോൾ ചെയ്യുമോ എന്നത് ഒരു സംശയമാണ്. 50 ഇയേഴ്സിൽ ഇത് അമേരിക്കയിൽ ഒരു വലിയ പ്രോജക്റ്റാണ്. ട്രംപ് സോഷ്യൽ മീഡിയ ത്രൂ ഇതിനെ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇതേപോലെ സൈഡിലിടാം ഇതിനെക്കുറിച്ച്. ഉള്ള ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യമോ ഇല്ല, സമ്മതിക്കുന്നോ ഇല്ല എന്നൊക്കെ. ചെയ്യുന്നതും നല്ലതാണ്. ടാറ്റ ടിയാറ വന്നിട്ട് 1 ലക്ഷം വണ്ടിക്ക് മുകളിലായിട്ട് സീരിയസ് ബുക്കിംഗ് ചെന്നിരിക്കുന്നു എന്നതിനെയും അനൗൺസ് ചെയ്തിരിക്കുന്നു.
പിഗോയിൽ വന്നിട്ട് പീറ്റർ എൽബേഴ്സ് എന്ന CEO വന്നിട്ട് ഇതിന് മുമ്പ് KLMൽ 8 വർഷം ഇരുന്നായിരുന്നു. പിന്നെ അതിൽ നിന്ന് പാതിയിൽ വിട്ടുകൊണ്ട് ഓടിപ്പോയി. എന്താണ് പ്രോബ്ലം എന്ന് അറിയാൻ പറ്റുന്നില്ല. രാഹുൽ ഭാറ്റിയ തിരികെ ഇൻട്രീം CEO ആയിട്ട് വരുന്നു. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. റാ ക്യാപിറ്റൽ 3000 കോടി യൂണിവേഴ്സൽ ന്യൂട്രി സയൻസ് എന്ന കമ്പനിയിൽ ഇരുന്ന് പോകുന്നു. ഇത് വന്നിട്ട് അവരെ പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ്. ക്യൂപ്പിഡിൽ സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 13-14% സ്റ്റോക്കിനെ കയറ്റിയിരിക്കുന്നു ഇൻ തിൻ വോള്യൂംസ്. ഇന്ന് പിന്നെ മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം സ്പീഡ് എന്താ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഓവറാളെ വന്നിട്ട് മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ജനുവരി 20-30 ഇന്ന് ജോലിക്കിരിക്കുന്ന ആൾക്കാരിൽ 50,000 പേരിനെ ജോലിയിൽ നിന്ന് എടുക്കുമെന്നാണ് പറയുന്നത്. വോക്സ് വാഗണിൽ വന്ന ന്യൂസാണ്. അതുപോലെ വന്ന ചൈനയിൽ നിന്ന് ട്രേഡ് സർപ്ലസ് അതേ മാസത്തിൽ $213 ബില്യൺ ട്രേഡ് സർപ്ലസ് ഹിറ്റായിരിക്കുന്നെന്ന് കൺഫേം ചെയ്യുന്നു. കാരണം അവർ എക്സ്പോർട്ട് വന്നിട്ട് ഇമ്പോർട്ടിനെക്കാട്ടിലും കൂടുതലിരിക്കുന്നു. അവരുടെ കറൻസിയിൽ ഇന്നും വലുതായിട്ടൊന്നുമില്ല. രണ്ടോ ഷെയർ വന്നിട്ട് അമ്പായിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ പോക്കിബാൻ എന്ന് പറയുന്ന ഒരു ഗെയിം വന്നിട്ട് വലിയ ഹിറ്റായിരിക്കുന്നു. അന്ത്രപ്പിക്ക് വന്നിട്ട് കാസ്റ്റ് ഒരുപാട് ചിലവാകും. ഇതുപോലെ നിങ്ങൾ ഗവൺമെൻറ്റിന് മിരട്ടിയെങ്കിൽ എന്ന് ചെല്ലുവാണെങ്കിൽ ഇത് ഒരുപാട് കൊല്ലത്തിന് ഇത് പ്രോബ്ലം ആകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഓവറാളായിട്ട് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു. നമ്മളെ പട്ടാസ് ലിസ്റ്റൊക്കെ ഡൗണിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അതിനെ ചെയ്യാം. ഇന്ന് ഹിസ്റ്ററിയിൽ ഇല്ലാതെ അത്രയും 20% പെട്രോൾ ഡീസലിൻ്റെ വില ഇന്ന് കയറിയിരിക്കുന്നു. നാളെ തന്നെ വാർ നിന്നാലും ഇത് കുറയാം. ഇന്നും ഒരു 8 മാസം എടുക്കും ഇത് നോർമൽ ആവാൻ. ഇമ്പാക്റ്റ് എങ്ങനെ ഇരിക്കുന്നു ഇൻഫ്ലേഷൻ എന്ന് നോക്കാം. ട്രംപും പുടിനും സംസാരിക്കുന്നു. ട്രംപ് വന്നിട്ട് ഇൻഡമ ഇലക്ട്രിക്കിന് സാങ്ഷൻസിനെ കുറയ്ക്കുന്നത് പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്കും പെർമിഷൻ കൊടുത്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങണം എന്നറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം ബൂട്ടിൻ്റെ ഇലക്ട്രിക്കിന് സാങ്ഷൻസിനെ വാപ്പസ് വാങ്ങിയെങ്കിൽ എന്നെക്കാട്ടിലും നല്ല ഒരു ക്ലോക്കായ കാര്യം ഒന്നും ഇരിക്കാൻ പറ്റില്ല. നാഷണൽ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്ന് കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതുവരെയ്ക്കും നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം. ചില എവിടെയെങ്കിലും ഇടുവാണെങ്കിൽ നിങ്ങളെ കാശ് വലുതായി തകപ്പെടും. അറ്റാസ്ലിസ് നിങ്ങളെ കയ്യിലിരിക്കുന്നു. സ്റ്റോക്കൊക്കെ 1, 2 എന്ന് നിങ്ങൾ നോക്കി കൺസിഡർ ചെയ്യാം. നിങ്ങളിതിനെ വെപ്രാളപ്പെട്ട് നിങ്ങൾ ഇതിൽ അകപ്പെടരുത്. ഈ സ്റ്റോക്ക് വന്നിട്ട് ഡോളർ ഏർണിങ്സ് ആണ്. ഇതിനെ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് കുറച്ച് താഴെ വീണായിരുന്നു. ഇപ്പോൾ തിരികെ റെഡി ആയിട്ടുണ്ട് 5200. നോർമൽ റേഞ്ചിൽ ഇരിക്കും കുറേ ദിവസം. വിൻവാഷ് വന്ന് എങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നു അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇനി കാശ് കയറുന്ന സമയം ഒരു ഡോളറിൻ്റെ വിലയിനെ കയറ്റാതിരിക്കുവാണെങ്കിൽ സ്ട്രേറ്റ് കയറ്റാതെ ഇരുന്ന് സ്ട്രേറ്റ് കട്ട് ചെയ്തെങ്കിൽ ഗോൾഡ് കയറി മുകളിൽ പോവും. അതേമീൻ ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ അവർ ക്വിക്കായിട്ട് കയറ്റുവാണെങ്കിൽ ഇത് കുറച്ച് കറക്റ്റാകാൻ ചാൻസ് ഉണ്ട്. ഗോൾഡ് ഈ ലെവലിൽ കുറച്ച് തോൾ ഇരിക്കും. 1500 എന്ന് പറയുന്നത് ഒരു വലിയ ഫ്ലോർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇനി നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.